ഹലോ ഗൈസ്, അങ്ങനെ എമ്പുരാൻ കണ്ടിറങ്ങി. ആദ്യം തന്നെ പറഞ്ഞിട്ട് ഓവർ എക്സ്പെക്ട് ചെയ്ത് പടത്തിന് പോകാണ്ടിരിക്കുക. പൃഥ്വിരാജ് പറഞ്ഞത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക, എന്ത് ഇതൊരു ചെറിയ പടമാണ്, അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രേ ഒരു ചെറിയ പടം കാണുകയല്ല, കാരണം ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫുൾ ഇൻട്രോ ആണ്, എല്ലാവരെയും കാണിക്കുന്നു. മോഹൻലാൽ വരുന്ന ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാൽ ആകെ ഫസ്റ്റ് ഹാഫിൽ 2 സീനോ 3 സീനാണ്ടേ ഉള്ളൂ ആകെ ടോട്ടൽ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വരുന്നതിനും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സൂപ്പറാണ്. എന്നാലും പൃഥ്വിരാജ് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, സൂപ്പർ. രാവിലെ 7 മണിക്ക് പോയതാണ് കേസ്, 7 മണിക്ക്, അതായത് 7 മണിക്ക് ഷോയ്ക്ക് 6 മണിക്ക് രാവിലെ എണീറ്റ് പോയി പടം കണ്ട് ഇറങ്ങിയതാണ്. എന്തിനായിരുന്നു ഇപ്പോൾ തോന്നുക, കാരണം ലൂസിഫർ നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിൽ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് പോയിരുന്നിട്ട് കണ്ട് പടം കണ്ടിട്ടുണ്ടല്ലോ. രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരൊറ്റ സീൻ ഈ പടത്തിലില്ല, ഒരൊറ്റ സീനില്ല. ഏറ്റവും നല്ലൊരു സീൻ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഇൻട്രോ ഉള്ള ഗൈസ്. സെക്കൻഡ് ഹാഫിലൊരു മോഹൻലാൽ വീണ്ടും ഒരു ഇൻട്രോ പോലെ സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. അതിലെ ഒരു BGM മോഹൻലാലിൻ്റെ മുണ്ട് മടക്കിയുള്ള വരവും അതൊക്കെ പക്കയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കഥയൊക്കെ ഉള്ളു തന്നെ, എല്ലാവർക്കും ഉദ്ദേശിക്കാവുന്ന ആ ഒരു കഥയേ ഉള്ളൂ. പിന്നെ ബജറംഗി എന്ന് പറയുന്ന ഒരു പുള്ളി കേരളത്തിലോട്ട് വരും. പുള്ളി എന്തിനാ കേരളത്തിലോട്ട് വരുന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അത് ചുമ്മാ പൃഥ്വിരാജിനെ കൊന്നു കളയാൻ വേണ്ടി ഒരു മനുഷ്യൻ. അങ്ങനെ എന്തൊക്കെയോ കായ്സ് എടുത്ത് വെച്ചേക്കുക. എന്തിനാ ഇങ്ങനെ ഒരു പടം എടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ലൂസിഫറിൻ്റെ കണ്ടന്റ് ഗൈസ്, നിങ്ങൾ ലൂസിഫർ തന്നെ ഒന്നും കൂടെ കാണുക. ഇത് കാണേണ്ട ഒരു കേസുമില്ല. ഇത് ഒരിക്കലും നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് പോയി പടത്തിന് പോകാണ്ടിരിക്കുക. ഒരു ചെറിയ പടം എന്ന രീതിയിൽ പോവുക, കാണുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ ഇതിനകത്ത്. വേറെ അങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരു സീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹെലികോപ്റ്ററിലൊക്കെ വെച്ചൊരു ഷൂട്ടുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു ആവറേജ് പടം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ എന്തോരം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്തോരം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടോ, അത് പടം എല്ലാം മൂഞ്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതും സംഭവിച്ചു. അപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ പോയിരുന്ന് കാണുക, ഓവർ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നൈസായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ് ഗൈസ്. അത്രേ ഉള്ളൂ പടം. അപ്പം എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ പോയി കാണുക, അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം കഴിയുന്നതിനും ബുക്കിംഗ് ഒക്കെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പടം കഴിയുമ്പോൾ എല്ലാവരും ഇനി നെഗറ്റീവ് പറയും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ബൈ ബൈ.